ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്ര നാൾ വഴികളിൽ എവിടെയും രേഖപ്പെടുത്താതെ പോയതും എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതും കേവലം മതപീഡനമായി മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ സ്വാതന്ത്ര്യ സമര ചരിത്രമാണ് മലങ്കര സുറിയാനി ക്രിസ്ത്യാനികൾ പോർച്ചുഗീസുകാർക്കെതിരെ നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങളും അതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളും. പക്ഷേ സുറിയാനി ക്രിസ്ത്യാനികൾ ആത്മബലം കൊണ്ടും ആത്മാഭിമാനം കൊണ്ടും പോർച്ചുഗീസ് അധിനിവേശ ശക്തിയെ പരാജയപ്പെടുത്തിയ കഥയാണ്, അല്ല ചരിത്രമാണ് ഇവിടെ അനാവരണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. മുളന്തുരുത്തി മാർത്തോമൻ പള്ളി ഇടവകയിലെ കുടുംബസംഗമത്തിന്റെ ഭാഗമായി മുഴുവൻ പ്രാർത്ഥനാ യോഗങ്ങളുടെയും ആഭിമുഖ്യത്തിൽ സെന്റ് പോൾസ് പ്രാർത്ഥനായോഗം അവതരിപ്പിക്കുന്ന ചരിത്ര നാടകം കഥാതന്തു. ശക്തനായ അന്യായക്കാരന് കീഴ്പ്പെടുന്നത് ഭീരുവിന് ഭൂഷണം. ആത്മാഭിമാനിക്ക് പാരതന്ത്ര്യം, അഭിമാനിയായ ഭീരുവിന് ഇത് സഹനത്തിന്റെ കാലഘട്ടം. എങ്കിലും സഹനമുപേക്ഷിച്ച് അവൻ ഉയർത്തെഴുന്നേൽക്കും. ആത്മാഭിമാനം ഭീരുത്വത്തിനുമേൽ വിജയം വരിക്കും. ഇത് ചരിത്രം ഭാരത സുറിയാനി ക്രിസ്ത്യാനികളുടെ അഥവാ മലങ്കര നസ്രാണികളുടെ, മാർത്തോമ ക്രിസ്ത്യാനികളുടെ ചരിത്രം. നാടകത്തെക്കുറിച്ച് ഒരു വാക്ക്. ഒരുപക്ഷെ ലോക നാടക ചരിത്രത്തിൽ ഇദം പ്രഥമമായി മുഴുവൻ പ്രേക്ഷകരും അഭിനേതാക്കളായി മാറുന്ന ഈ ചരിത്ര നാടകത്തിന്റെ ഭാഗമാകുവാൻ ആത്മാഭിമാനികളായ മുഴുവൻ സഹൃദയരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു സ്വാതന്ത്ര്യം, സമ്പൂർണ്ണ ചരിത്ര നാടകം. സ്വാതന്ത്ര്യം. രചന സംവിധാനം മാത്യു എടപ്പങ്ങാട്ടിൽ. സഹൃദയരെ, നാം ഇന്നിവിടെ ആവിഷ്കരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഏകദേശം 155 വർഷത്തെ സഭയുടെ ചരിത്രമാണ്. ഇത്രയും ബൃഹത്തായ ഒരു വിഷയം നമുക്ക് ലഭ്യമായ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സവിസ്തരം അവതരിപ്പിക്കുക ദുഷ്കരമെന്ന് ഏവർക്കും അറിവുള്ളതാണല്ലോ. ആയതിനാൽ ചരിത്രത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം വായ്മൊഴിയായി അവതരിപ്പിക്കുവാൻ ഞങ്ങൾ നിർബന്ധിതരാകുന്നു. ക്രിസ്താബ്ദം 1498 മെയ് മാസം 20 കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് വാസ്കോഡ ഗാമ കപ്പലിറങ്ങുന്നു. അറബി കച്ചവടക്കാർ അവരുടെ കച്ചവട താൽപര്യാർത്ഥം രഹസ്യമായി സൂക്ഷിച്ചിരുന്ന യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗമാണ് വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ ഒരു യൂറോപ്യൻ കണ്ടെത്തുന്നത്. കുരുമുളകിൻ്റെ സ്വന്തം നാട്ടിലേക്കുള്ള കടൽ മാർഗം. അതുവഴി യൂറോപ്യരുടെ കച്ചവട സാധ്യതകൾ മെച്ചപ്പെടുകയും കൊള്ളലാഭം കൊയ്തിരുന്ന അറബികളുടെ ക്രിസ്തുവിന് മുമ്പ് മുതലുള്ള കച്ചവട താൽപ്പര്യങ്ങൾ അസ്തമിക്കുകയും ചെയ്തു. ഇന്ത്യയിലെത്തിയ യൂറോപ്യർക്ക് ലഭിച്ചതൊരു സ്വർണ്ണഖനിയായിരുന്നുവെന്നും അവർ നമ്മുടെ രാജ്യത്തെ അടിമത്തത്തിലേക്ക് വലിച്ചിഴച്ചതുമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ചരിത്രം. നമ്മുടെ വിഷയം അതല്ല. കോഴിക്കോട് കപ്പലിറങ്ങിയ പോർച്ചുഗീസുകാർ അഥവാ പറങ്കികൾ റോമിലെ ക്രിസ്ത്യൻ സഭയായ ലത്തീൻ കത്തോലിക്ക വിശ്വാസികളായിരുന്നു. കോഴിക്കോട്, കൊച്ചി, കൊടുങ്ങല്ലൂർ, കൊല്ലം മുതലായ തുറമുഖ പട്ടണങ്ങളിൽ പാർത്തിരുന്ന നാട്ടു ക്രിസ്ത്യാനികളോട് 10-50 വർഷത്തേക്ക് സഖ്യം ഭാവിച്ച പറങ്കികൾ AD 1550 അവരുടെ കാല് മലയാള രാജ്യത്ത് ഉറച്ചെന്ന് കണ്ടപ്പോൾ അതിനു മുൻപ് തന്നെ കേരളത്തിലെ കടലോര മേഖലയിൽ മുക്കുവരെയും പരവരെയും മാത്രം കേന്ദ്രീകരിച്ച് ഫ്രാൻസിസ് സേവിയർ എന്ന മിഷണറി തുടങ്ങിവെച്ച മതപരിവർത്തന നയം ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനികളോടും അവലംബിക്കുകയും അവരെ റോമാസഭയുടെ ഭാഗമാക്കുവാൻ സാമം, ദാനം, ഭേദം, ദണ്ഡം എന്ന ചതുരുപായങ്ങളും ഒന്നിനു പുറകെ ഒന്നായി പ്രയോഗിക്കുകയും ചെയ്തു. പഠിച്ച പണി 18 പയറ്റിയിട്ടും മാർത്തോമായുടെ മക്കൾ വഴങ്ങിയില്ല. അവസാനം റോമാക്കാർ അവരുടെ തുരുപ്പ് ചീട്ടിറക്കി. ആവശ്യപ്പെട്ടാൽ രാജ്യമടക്കി വാഴുന്ന പറങ്കികളെ കൊണ്ട് ബലം പ്രയോഗിച്ച് സുറിയാനിക്കാരിൽ ലത്തീൻ കത്തോലിക്കരാക്കുന്നതിനുള്ള അധികാരം റോമിലെ പാപ്പായായ ക്ലമന്റ് 8 നിന്ന് വാങ്ങി. ഗോവായിലെ ആർച്ച് ബിഷപ്പായും
ഇന്ത്യയുടെ മെത്രാപ്പോലിത്തയായും നിയമിക്കപ്പെട്ട അലക്സിയോ ഡി മെനസിസ് AD 1599 ജനുവരി മാസം 26 കൊച്ചിയിൽ കപ്പലിറങ്ങി. ഈ സമയത്ത് സുറിയാനിക്കാരുടെ നായകൻ നിതാന്ത വന്യ ദിവ്യശ്രീ ഗീവർഗീസ് സർക്കദിയോക്കോൻ ആയിരുന്നു. തുടർന്ന് കാണുക. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതേക്കാൾ ഭയാനകം. മാത്തൻ ഭക്ഷണം വല്ലതും കഴിച്ചുവോ? ഇല്ല തിരുമേനി. അടിയൻ ഇന്നലെ ഇവിടെ നിന്നും പുറപ്പെട്ടിട്ട് ഈ നാഴിക വരെയും ജലപാനം പോലും ചെയ്തിട്ടില്ല. മാത്തൻ ചാവടിയിലേക്ക് ചെന്ന് ഭക്ഷണം എന്തെങ്കിലും കഴിച്ച് അല്പം വിശ്രമിക്കൂ. അതിനുശേഷമാവാം ബാക്കിയെല്ലാം. അടിയനോട് ക്ഷമിക്കണം തിരുമേനി. അവിടുന്ന് ഫലം ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം അടിയൻ ചെയ്തു തീർത്തു. ചില സ്ഥലങ്ങളിൽ നിന്ന് രഹസ്യമായി കിട്ടിയ വിവരം കൂടി അങ്ങയോട് പറയാതെ മാത്തന് വെള്ളം ഇറങ്ങൂല്ല തിരുമേനി. ചുരുക്കി പറഞ്ഞിട്ട് പോയി ഭക്ഷണം കഴിച്ച് വിശ്രമിക്കൂ. മാത്തൻ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുന്നു. മാത്തൻ്റെ ക്ഷീണം ഭക്ഷണം കഴിക്കാൻ നല്ല തിരുമേനി. അവിടുത്തെ പിടിച്ചു കെട്ടാൻ കൊച്ചി രാജാവിൻ്റെ കൽപ്പനയുണ്ടെന്ന് ആ മെനസീസും എത്രാനും പറങ്കികളും കൂടെ രാജാവിനെ ഭീഷണിപ്പെടുത്തി വാങ്ങിയതാണെന്നാണ് കേട്ടെ. അങ്ങ് പറഞ്ഞയച്ച വിവരവും പറഞ്ഞറിഞ്ഞ വിവരവും എല്ലാ പള്ളികളിലും അടിയൻ അറിയിച്ചിട്ടുണ്ട്. എല്ലായിടത്തു നിന്നും ആളുകൾ എത്രയും പെട്ടെന്ന് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ തിരുമേനി? മാത്തൻ പോയി ഭക്ഷണം കഴിച്ച് അല്പം വിശ്രമിച്ചിട്ട് വരൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ മാത്രം ചെയ്യുവാനുണ്ട്. എന്നാൽ അടിയൻ എല്ലാവരും വളരെ പെട്ടെന്ന് എത്തിയല്ലോ. നമ്മുടെ സഭയുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും കൂട്ടായി ആലോചിക്കുവാനുമാണ് നാം നിങ്ങളെ വിളിപ്പിച്ചത്. എല്ലാവരും ഇരിക്കൂ. മക്കളെ, കഴിഞ്ഞ 1500 പരം വർഷങ്ങളായി മർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ ക്രിസ്തു തലവനായ സ്തുതി ചൊവ്വായ സഭയായി നാം നമ്മുടെ കർത്താവും ദൈവമായുള്ളവനെ സ്തുതിച്ചും പുകഴ്ത്തിയും അവന്റെ തിരുവത്താഴം കുർബാനാനുഷ്ഠാനമായും അവന്റെ ന്യായപ്രമാണങ്ങളെ അനുസരിച്ചും സ്നേഹത്തിലും സാഹോദര്യത്തിലും തലമുറ തലമുറയായി നാം സമാധാനത്തിൽ വസിക്കുന്നു. എന്നാൽ ഇന്ന് ഗോവയിലെ ബിഷപ്പ് മെനസിസ് അവറുകൾ പറങ്കികളുടെ വാളിന്റെ ബലത്തിൽ നമ്മെ അസ്ഥിരപ്പെടുത്തുവാനും കീഴ്പ്പെടുത്തുവാനും ബന്ധപ്പെടുന്നു. ചില സ്ഥലങ്ങളിൽ നമ്മുടെ അച്ഛന്മാരെ അയ്മേനികളെയും പണം കൊടുത്ത് പീഡിപ്പിച്ചും വാൾകാട്ടി ഭീഷണിപ്പെടുത്തിയും തരം പോലെ അവരുടെ സഭയിൽ ചേർക്കുന്നു. നമ്മുടെ രാജാവിനെ പോലും ഭീഷണിപ്പെടുത്തിയതായി അറിയുന്നു. അവരുടെ ഈ നടപടികൾ ദൈവീകമല്ല, ക്രിസ്തീയവുമല്ല. നാം എന്തു ചെയ്യണം? നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ക്രിസ്തു മാർഗത്തിലുള്ള പോംവഴികൾ നിർദ്ദേശിക്കണം. പിതാവേ, അവിടുത്തെ ഒരു വാക്കിനു വേണ്ടി കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് ഭടന്മാർ നമുക്കുണ്ട്. സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ട് സഭയ്ക്കു വേണ്ടി നിലകൊള്ളുന്നവർ. അവരെയും നമ്മുടെ വലിയ ആൾബലത്തെയും ഉപയോഗിച്ച് അവരെ പരാജയപ്പെടുത്തുവാൻ നമുക്ക് ശ്രമിച്ചുകൂടെ? പിതാവേ, യാതൊരു കാരണവശാലും അവരുമായി സംബന്ധപ്പെടരുതേ. അവർ ഒരുക്കമില്ലാതെ കുർബാന അനുഷ്ഠിക്കുന്നവരും ഒരുക്കമില്ലാതെ കുർബാന അനുഭവിക്കുന്നവരുമാണ്. അവർ തമ്മിൽ തമ്മിൽ സാഹോദര്യമില്ലാത്തവരാണ്. ശൗര്യാരി സ്നാനം നടത്തി ക്രിസ്ത്യാനികളായവരെ നോബിലി സ്നാനം നടത്തിയവരുടെ പള്ളികളിൽ കയറാൻ പോലും സമ്മതിക്കില്ല. അവർ തമ്മിൽ തമ്മിൽ വിവാഹബന്ധമില്ല. രണ്ടു കൂട്ടരുടെയും സഭ റോമൻ ലത്തീൻ കത്തോലിക്ക സഭയും സഭാ തലവൻ പോപ്പുമായിട്ട് പോലും ഇത്രയും ഉച്ചനീതിത്വമുള്ള മറ്റൊരു ക്രിസ്തീയ സഭയും ലോകത്തുണ്ടാവില്ല. എന്നിട്ടും അവർ പറയുന്നു
അവരുടെ സഭയാണ് ശരിയായതെന്ന്. അവരുടെ പണത്തിന്റെ ഹുങ്കും പറങ്കികളുടെ അധികാരവും വാളിന്റെ മൂർച്ചയും അവരെ ക്രിസ്തീയതയിൽ നിന്ന് വ്യതിചലിപ്പിച്ചിരിക്കുന്നു. കുര്യാക്കോസ് സഹതായെയും മാതാപിതാക്കളെയും ഗീവർഗീസ് സഹതായെയും ലോകത്തിന് നൽകിയ ആദിമ സഭ ഇന്ന് അവിടെയില്ല. മറിച്ച് അവരെ നിഷ്ഠൂരമായി കൊന്നൊടുക്കിയ ചക്രവർത്തിമാരുടെ പിൻഗാമിയായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സഭയിൽ ചേരുകയും സഭയ്ക്ക് രാഷ്ട്രീയ അംഗീകാരം ലഭിക്കുകയും ചെയ്തതോടെ അവർക്ക് ക്രിസ്തീയത അന്യമായിരിക്കുന്നു. അയ്യോ എന്റെ പൊന്നു തിരുമേനി! ക്രിസ്താബ്ദം 1599 ജൂൺ മാസം 20-ാം തീയതി അല്ലേസ് പറങ്കിമെത്രാനും പറങ്കികൾ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയ ഗീവർഗീസ് അർക്കദിയോക്കോനും കൂടെ ചരിത്രത്തിൽ കുപ്രസിദ്ധിയാർജിച്ച ഉദിയംപേരൂർ സുന്നോദോസ് വിളിച്ചുകൂട്ടി. 153 കത്തനാർമാരും 660 അൽമായ പ്രതിപുരുഷന്മാരും ഹാജരുണ്ടായിരുന്നു. മെനസിസിന്റെ ഇഷ്ടമനുസരിച്ച് സുന്നഹദോസ് തുള്ളി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. സുറിയാനി സഭയുടെ ഉപദേശങ്ങളും ആചാരങ്ങളും കുഴിച്ചുമൂടി പാപ്പായുടെ നുകം മലങ്കർ സഭയുടെ കഴുത്തിൽ പറങ്കിമെത്രാൻ കെട്ടിവെച്ചു. സുറിയാനി സഭയുടെ വിലതീരാത്ത അനേക പുരാതന രേഖകളും ചരിത്ര ഗ്രന്ഥങ്ങളും ഉദിയംപേരൂരിലെ സുന്നഹദോസ് പന്തലിന് പുറത്ത് തീയിലിട്ട് ദഹിപ്പിച്ചു കളഞ്ഞു. ഗീവർഗീസ് അർക്കദിയോക്കോനെ സഭാതലവൻ എന്ന സ്ഥാനത്തു നിന്നും തരം താഴ്ത്തി പറങ്കിമെത്രാന്റെ കീഴിൽ വീട്ടുതടങ്കലിലാക്കി. തുടർന്ന് കാണുക. പിതാവേ, അടിയൻ അവിടുത്തെ ദാസൻ മർത്തോമാ ശ്ലീഹാ മുഖാന്തിരം അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ച സത്യവിശ്വാസ പ്രമാണങ്ങൾ ഞങ്ങൾ ശിരസാ വഹിക്കുകയും ആത്മാവിൽ കൈക്കൊള്ളുകയും പ്രവൃത്തിയ നിർവഹിക്കുകയും ചെയ്തു പോരുന്നു എന്നത് അവിടുത്തേക്ക് അറിവുള്ളതാണല്ലോ. എന്നാൽ ഇന്ന് നിന്റെ നാമനിമിത്തം ഞങ്ങൾ പീഡകളേൽക്കുന്നു. റോമാക്കാർ അങ്ങയോടും അവിടുത്തെ ദാസരായ പത്രോസിനോടും പൗലോസിനോടും മറ്റനേകരോടും ചെയ്ത പീഡകൾ ഓർക്കുമ്പോൾ ഇത് എത്രയോ നിസ്സാരമെന്ന് തോന്നാം. എന്നാൽ അടിയങ്ങൾ അശക്തരല്ലോ. അവിടുത്തെ അജഗണങ്ങളെ അവിടുന്ന് തന്നെ കാത്തുരക്ഷിക്കണമേ. അന്ധകാരത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പ്രകാശത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ലോകത്തെ നയിച്ച നാഥ, ഇന്ന് റോമാക്കാർ അങ്ങയുടെ നാമം ധരിച്ച് അടിയങ്ങളെ അടിമത്തത്തിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ ഐഹിക ശക്തിയെ കൂട്ടുപിടിച്ചിരിക്കുന്നത് നീ അറിയുന്നുവല്ലോ. പിതാവേ, ഈ പരീക്ഷകളിൽ വിജയിക്കുവാൻ നീ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവേ, നിന്റെ സഭയെ നീ ഉയർപ്പിക്കണമേ. എല്ലാവരും ഉണ്ടല്ലോ. എന്താ പുതിയ വിശേഷം വല്ലതും? ഉവ്വ് തിരുമേനി, പല പള്ളികളിലും പലതരത്തിലാണ് കുർബാന അർപ്പിക്കുന്നതും തക്സകൾ ചൊല്ലുന്നതും. ചില പള്ളികളിൽ നാടകം കളിക്കുന്നത് പോലെ അൽമായരുടെ നേരെ തിരിഞ്ഞു നിന്നാണ് അച്ഛൻ കുർബാന അർപ്പിക്കുന്നത്. അതിനെ ചൊല്ലി അൽമായർ രണ്ടു പക്ഷം തിരിഞ്ഞ് വഴക്കും തമ്മിൽ തല്ലുമൊക്കെ ഉണ്ടായി. റോമാപക്ഷത്തേക്ക് തിരിഞ്ഞ ചില അച്ഛന്മാരും അൽമായരുമാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത്. 1500-ലേറെ വർഷങ്ങളായി നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു പഠിപ്പിച്ചതെല്ലാം തെറ്റാണെന്നും അവർ പറയുന്നതാണ് ശരിയെന്നും റോമാക്കാർ ശടിക്കുന്നു. ഇതിനെന്താണ് ഒരു അവസാനം തിരുമേനി? മക്കളെ, പറങ്കികളുടെ ആയുധബലത്തിനും അധികാരത്തിനും മുന്നിൽ നമ്മെ അടിയറവ് പറയിച്ച് റോമാനുകം നമ്മുടെ കഴുത്തിൽ വെച്ച് കെട്ടുവാൻ നാം മുഖാന്തരമായി എന്നത് നമ്മെ മരണം വരെ വേട്ടയാടും. അയ്യോ, അങ്ങനെ പറയരുതേ തിരുമേനി. നിങ്ങളുടെ ദുഃഖം എനിക്ക് മനസ്സിലാവും. നിങ്ങളെന്നും ആത്മാവിൽ വിശ്വാസ വൈരാഗികളായിരിപ്പിൻ, എരിവുള്ളവരായിരിപ്പിൻ.
നമ്മുടെ കർത്താവും ദൈവവുമായുള്ളവനെ മുറുകെ പിടിപ്പിൻ. അവൻ ഒരു നാളും നിങ്ങളെ നിരാശരാക്കിയില്ല, ലജ്ജിപ്പിക്കുകയില്ല. ഇപ്പോഴത്തെ താൽക്കാലികം മാത്രം. അശക്തന്റെ ശക്തി കർത്താവാണ്. അവൻ നമ്മുടെ സഭയെ ഉയർപ്പിക്കും. ചളിയിൽ ചവിട്ടിത്താഴ്ത്തപ്പെട്ട താമരത്തണ്ട് സമം പുതുശോഭയോടെ ഉയർപ്പിക്കും. നാം ഇനി അധികകാലം നിങ്ങളോടൊപ്പം ഉണ്ടാവുകയില്ല. അയ്യോ, ഞങ്ങൾക്ക് പിന്നെ ആരാണ് ഉള്ളത്? ഞങ്ങൾ ആരോട് സങ്കടം പറയും? ഞങ്ങളെ ആര് നയിക്കും? അവിടുന്ന് ഞങ്ങളെ വിട്ടു പോകരുതേ. മക്കളെ, നിങ്ങളുടെ സങ്കടം നമ്മെ വല്ലാതെ തളർത്തുന്നു. എങ്കിലും പഴുത്ത ഇല വീഴുക തന്നെ വേണം. അപ്പോൾ പുതുനാമ്പുകൾ പൊട്ടും. അവ സൂര്യന് നേരെ തലയുയർത്തി നിൽക്കുകയും ചെയ്യും. ഇത് പ്രകൃതി നിയമമാണ്. മുട്ടുവീൻ തുറക്കപ്പെടും എന്നെഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ഒരു നാളും വാക്കുമാറാത്തവൻ. നിങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിപ്പീൻ. അവൻ അതിശക്തനായ ഒരുവനെ ഈ സഭയിൽ എഴുന്നേൽപ്പിക്കും. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ സ്പർശിക്കുവാൻ ഭാഗ്യമുണ്ടായ ഒരേ ഒരു മനുഷ്യൻ, നമ്മെ ക്രിസ്തുവിൽ ജനിപ്പിച്ചവൻ, അവന്റെ നാമം ധരിച്ച ഒരുവനെ എഴുന്നേൽപ്പിക്കും. അവൻ ഉറങ്ങുന്ന ബാലസിംഹത്തെ പോലെയായിരിക്കും. നിങ്ങളുടെ ശത്രുക്കൾ അവന്റെയും ശത്രുക്കളായിരിക്കും. അവർ അവനെ കുത്തി നോവിക്കും. അവൻ സടകുടഞ്ഞെഴുന്നേൽക്കും. അതോടെ ശത്രുവിന്റെ അന്ത്യവും സംഭവിക്കും. നിങ്ങൾ സമാധാനത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിപ്പീൻ. അങ്ങയുടെ വാക്കുകളിൽ ഞങ്ങളുടെ കാതുകൾക്ക് അമൃതം പോലെയായി തിരുമേനി. ഇന്നു മുതൽ സഭയിലെ ആബാലവൃദ്ധവും തിരുമേനിയുടെ സ്വർണ്ണ വചനങ്ങൾ അച്ചട്ടാകുന്നതുവരെ നിത്യവും പ്രാർത്ഥനയിലും ഉപവാസത്തിലും പ്രവർത്തനങ്ങളിലും മുഴുകി ക്ഷമയോടെ കാത്തിരിക്കുമെന്ന് ഞങ്ങളിതാ പ്രതിജ്ഞ ചെയ്യുന്നു. ഞങ്ങൾക്ക് ശക്തി നൽകാൻ അവിടുത്തെ തൃക്കരങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആശീർവദിക്കൂ പിതാവേ, അനുഗ്രഹിക്കൂ. അങ്ങേ പ്രവചനം പൂർത്തീകരിക്കുവാൻ ശക്തി നൽകൂ. അവിടുത്തെ പ്രാർത്ഥന, ഉള്ളുരുകിയ പ്രാർത്ഥന കൈക്കൊള്ളട്ടെ കർത്താവ്. കർത്തൻ തുണയ്ക്കട്ടെ ഞങ്ങൾ തൻ പ്രതിജ്ഞ. മക്കളെ, നമ്മെ ഒന്ന് എഴുന്നേൽപ്പിച്ച്. ദൈവമേ, ഇനി ഞങ്ങൾക്കാരുള്ളൂ? തിരുമേനി ഞങ്ങൾക്ക് തിരികെ തരണമേ. അയ്യോ പിതാവേ, കണ്ണു തുറക്കൂ, കണ്ണു തുറക്കൂ പിതാവേ. ഗീവർഗീസ് സർക്കത്തിയൊക്കോൻ കാലം ചെയ്തതിന് ശേഷം സുറിയാനിക്കാർക്ക് ആത്മീയ പിതാവില്ലാതെ വർഷങ്ങൾ കടന്നുപോയി. സുറിയാനിക്കാർ ഗീവർഗീസ് സർക്കത്തിയൊക്കോന്റെ അവസാന വാക്കുകൾ വേദവാക്യം പോലെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ഉപവാസത്തിലും പ്രാർത്ഥനയിലും അവരുടെ രക്ഷകനായി ക്ഷമയോടെ കാത്തിരുന്നു. ഇതിനിടെ കത്തോലിക്കർ അവരുടെ രീതികളും ആചാരങ്ങളും അടിച്ചേൽപ്പിക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ലത്തീൻ ബിഷപ്പിന്റെ കൽപ്പനകൾ വായിക്കാൻ പല പള്ളികളും തയ്യാറാവാതിരിക്കുകയും അഥവാ വായിക്കുവാൻ കഴിഞ്ഞ പള്ളികളിൽ തന്നെ ഇടവകക്കാർ രണ്ടു പക്ഷം തിരിഞ്ഞ് അടിയും ബഹളവും തമ്മിൽ തല്ലുമൊക്കെയായി. ഉദയംപേരൂരിലുണ്ടാക്കിയ തട്ടിപ്പ് സുന്നതദോസിലൂടെ സഭ ഔദ്യോഗികമായ റോമാസഭയുടെ ഭാഗമായെങ്കിലും ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവരോടുള്ള ശത്രുത വർദ്ധിക്കുകയും ചെയ്തു. മാർത്തോമായുടെ മക്കൾ വിശ്വാസ തീക്ഷ്ണതയുള്ളവരും
മാർത്തോമായുടെ സിംഹാസനത്തിൽ ആരൂഢരായിരുന്ന പിതാക്കന്മാരെ മാർത്തോമാ ശ്ലീഹായുടെ പിന്തുടർച്ചക്കാരായും പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണെന്നും കണ്ടപ്പോൾ റോമാക്കാർ പുതിയ അടവ് നയവുമായി രംഗത്തിറങ്ങി. മാർത്തോമായ്ക്ക് പൗരോഹിത്യമില്ലെന്നും തൊട്ടുവിശ്വാസിയാണെന്നും അവർ പ്രചരിപ്പിക്കുകയും അതോടൊപ്പം പത്രോസിന്റെ കയ്യിലാണ് ക്രിസ്തു സ്വർഗത്തിന്റെ താക്കോൽ ഏൽപ്പിച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് പത്രോസിന്റെ സിംഹാസനത്തിന് കീഴിലുള്ള സഭാമക്കൾക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശനമുണ്ടാകൂ എന്നും പ്രചരിപ്പിച്ച് ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുവാൻ കിണഞ്ഞു പരിശ്രമിക്കുകയും ചെയ്തു. അതിന് മാർത്തോമായുടെ മക്കൾ കൊടുത്ത മറുപടി റോമക്കാർ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു. അതായത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ സ്പർശിക്കാൻ ഭാഗ്യമുണ്ടായ ഏക വ്യക്തി മാർത്തോമാ ശ്ലീഹായാണെന്നും അതുകൊണ്ട് തന്നെ മറ്റെല്ലാ ശിഷ്യന്മാരെ പോലെയോ അതിലും ഒരുപടി മുമ്പിലോ ആണ് മാർത്തോമായുടെ സ്ഥാനമെന്നും കാണാതെ വിശ്വസിച്ച ഏതെങ്കിലും ഒരു ശിഷ്യനെ ചരിത്രത്തിൽ കാട്ടിത്തരുവാൻ റോമാക്കാരെ വെല്ലുവിളിക്കുകയും ചെയ്തു. മാത്രമല്ല സഭയുടെ തലവൻ ക്രിസ്തുവാണെന്നും അവനാണ് ന്യായവിധി നടത്തുന്നതെന്നും അല്ലാതെ താക്കോൽക്കാരനല്ലെന്നും പ്രതിവാദം ഉന്നയിച്ചതോടെ ഗത്യന്തരമില്ലാതായ റോമാക്കാർ നാട്ടുരാജാക്കന്മാരെ പറങ്കികളുടെ സഹായത്തോടെ ഭീഷണിപ്പെടുത്തി പുതിയ കൽപ്പന പുറപ്പെടുവിച്ചു. രാജകൽപ്പന ഇപ്രകാരമായിരുന്നു: ക്രിസ്തു ശിഷ്യനായ പത്രോസിന് മാത്രമേ അജഗണങ്ങളെ മേയ്ക്കുവാനുള്ള അധികാരം ക്രിസ്തു നൽകിയിട്ടുള്ളൂ എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുള്ളതിനാൽ ഇന്നു തൊട്ട് മേലിൽ പത്രോസിന്റെ സിംഹാസനത്തിൽ പത്രോസിന്റെ പിന്തുടർച്ചക്കാരായ മേൽപ്പട്ടക്കാരുടെ കൈവയ്പില്ലാതെയുള്ള നസ്രാണി സഭാ പ്രവർത്തനം നമ്മുടെ ദേശത്ത് നാം നിരോധിച്ചിരിക്കുന്നു. റോമാക്കാരുടെ ഈ തന്ത്രം ഫലം കാണുകയും കുറച്ചു കാലത്തേക്ക് മാർത്തോമായുടെ മക്കൾ അവരുടെ ഹൃദയവികാരങ്ങളെ ഉള്ളിലൊതുക്കി സഹനത്തിന്റെ പാത സ്വീകരിക്കുകയും ചെയ്തു. കാരണം രാജകൽപ്പന നിരസിക്കുന്നത് നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നും ഒരേ സമയം റോമാക്കാരെയും രാജാവിനെയും ശത്രുപക്ഷത്താക്കേണ്ടതില്ലെന്നും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ബുദ്ധിപൂർവമായ തീരുമാനമെടുക്കുകയും ചെയ്തു. വർഷങ്ങൾ പിന്നെയും കൊഴിഞ്ഞുകൊണ്ടിരുന്നു. മാർത്തോമായുടെ മക്കൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും മുഴുകി അവരുടെ സഭയെ ചതിയിൽപ്പെടുത്തി കീഴടക്കിയവർക്കെതിരെ ആഞ്ഞടിക്കുവാനും സഭയെ ഉയർപ്പിക്കുവാനും കൽപ്പുള്ളവന്റെ എഴുന്നേൽപ്പിനായി കാത്തിരുന്നു. ഒടുവിൽ അത് സംഭവിച്ചു. ഗീവർഗീസ് അർക്കദിയാക്കോന്റെ പ്രവചന പൂർത്തീകരണം. കുറവിലങ്ങാട്ട് പകലോമറ്റത്തിൽ കുഞ്ചറിയായുടെയും ചെറിച്ചാമ്മയുടെയും 8ാമത്തെ മകൻ മലങ്കര നസ്രാണികളുടെ നെടുനായകത്വം ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ പേരാവിത് നിതാന്ത വന്യ ദിവ്യശ്രീ തോമ അർക്കദിയാക്കോൻ. തുടർന്ന് കാണുക. ബഹുമാന്യരായ പിതാക്കന്മാരെ, സഹോദരങ്ങളെ, നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ആവശ്യകത നമ്മേക്കാൾ നന്നായി അറിയാവുന്ന നിങ്ങളോട് പ്രത്യേകം പറയേണ്ടതില്ലെന്ന ബോധ്യം നമുക്കുണ്ട്. എങ്കിലും ഔദ്യോഗികതയുടെ പേരിൽ പ്രസ്താവിക്കേണ്ട ബാധ്യത നിങ്ങൾ എന്നിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നതിന് പ്രകാരം നാം നമ്മുടെ കടമ നിറവേറ്റട്ടെ. ഇന്ന് ക്രിസ്താബ്ദം 1652 ജൂൺ മാസം 20-ാം തീയതി. 53 വർഷങ്ങൾക്ക് മുൻപ് ഇന്നേ ദിവസമാണ് നമ്മുടെ മുൻഗാമിയും സഭയുടെ ആത്മീയ പിതാവുമായിരുന്ന ഗീവർഗീസ് അർക്കദിയാക്കോനെ പറങ്കികൾ കീഴ്പ്പെടുത്തി ഉദയംപേരൂരിലെ ഹീനമായ നടപടിയിലൂടെ നമ്മുടെ സഭയെ റോമാ നുകത്തിൻ കീഴിലാക്കിയത്. അന്നേ ദിവസത്തെ ആഘോഷിക്കുവാനല്ല, മറിച്ച് ആ കറുത്ത ദിനത്തിലെ മ്ലേച്ഛവും ക്രിസ്തീയത തൊട്ടുതീണ്ടാത്തതുമായ റോമാക്കാരുടെ നടപടികളെ അപലപിക്കുന്നതിനു വേണ്ടി ഇന്ന് നമ്മുടെ സഭയിലെ മുഴുവൻ പള്ളികളിലും നടത്തുന്ന കറുത്ത ദിനാചരണത്തിന്റെ ഭാഗമായാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ 53 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു കറുത്ത ദിനാചരണം നടത്തുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിവുള്ളതാണല്ലോ. സഭയുടെ നെടുനായകത്വം നമ്മുടെ ചുമലിൽ ഭരമേൽപ്പിച്ചതിന് ശേഷമുള്ള ആദ്യ സമാഗമമാണെന്ന പ്രത്യേകതയും ഈ കൂടിച്ചേരലിനുണ്ട്. നമ്മെ നിങ്ങൾ ഭരമേൽപ്പിച്ചതിന് പ്രകാരം നമ്മുടെ സഭയുടെ സ്വത്വബോധം ഉണർത്താനും മ്ലേച്ഛമായ അടിമത്തത്തിൽ നിന്ന് സഭയെ മോചിപ്പിക്കുവാൻ ഉതകും വിധം നാം നമ്മുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞതോ
കർത്താവ് കാണിച്ചു തന്നതോ ആയ സംഗതികളെക്കുറിച്ച് ചിന്തിക്കുവാനുമായിട്ടാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. അതായത് നമ്മുടെ പൊന്നു തമ്പുരാനെ ഭീഷണിപ്പെടുത്തി നമുക്കെതിരായ രാജകൽപ്പന പുറപ്പെടുവിച്ചതിലൂടെ റോമാക്കാർ ലക്ഷ്യമാക്കുന്നത് എന്താണെന്ന് ഏവർക്കും ബോധ്യമുണ്ടല്ലോ. രാജകൽപ്പന അംഗീകരിച്ച് തൽക്കാലം നിശബ്ദരാകുവാൻ നിങ്ങൾ കാണിച്ച സഹനത്തിന്റെ മാർഗം പ്രശംസനീയം തന്നെ. കാരണം രാജകൽപ്പന നാം വകവയ്ക്കാതിരിക്കുകയും പഴയപടി നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നുവെങ്കിൽ രാജ്യം ഭരിക്കാൻ കെൽപ്പില്ലാത്ത രാജാവെന്ന് മുദ്രകുത്തി നമ്മുടെ പൊന്നു തമ്പുരാനെ രാജ്യഭ്രഷ്ടനാക്കുവാൻ പോലും മടിക്കാത്ത, മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവരാണ് റോമാക്കാരും പറങ്കികളും. ഇപ്പോഴത്തെ നമ്മുടെ രാജാവും അദ്ദേഹത്തിന്റെ പൂർവികരും ഹൈന്ദവ മതവിശ്വാസികളായിട്ടുകൂടി നമ്മുടെ സഭയ്ക്കും നമുക്കും തന്നിട്ടുള്ള സ്നേഹാദരവുകൾ അവരുടെ ദോഷകാല സമയത്ത് നാം തിരികെ നൽകുന്നില്ല എങ്കിൽ കർത്താവ് പറഞ്ഞതുപോലെ നാം വെറും മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പിക്കുന്ന കൈത്താളമോ ആയി പോകുമായിരുന്നു. ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് രാജകൽപ്പന അണുവിട തെറ്റാതെയും എന്നാൽ റോമാക്കാരുടെ കുൽസിത പ്രവർത്തനങ്ങൾക്ക് വഴങ്ങാതെയും നമ്മുടെ സഭയെ അതിന്റെ എല്ലാ ആത്മാഭിമാനത്തോടെയും പുനരുജ്ജീവിപ്പിക്കുന്നതിനും അഭംഗുരം നിലനിർത്തുന്നതിനും ഉതകുന്ന നടപടികളെക്കുറിച്ചാണ്. അതിന്റെ ഭാഗമായി നാം 2 പേരടങ്ങുന്ന ഒരു സംഘത്തെ കർത്തൃശിഷ്യനായ പത്രോസിനാൽ സ്ഥാപിതമായ ആദ്യ സഭയായ അന്ത്യോക്യയിലെ ഇഗ്നാത്തിയോസ് പാത്രിയർക്കീസുമായി ബന്ധപ്പെടുന്നതിലേക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് അയക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. ആയതിന് സഭയുടെ അൽമായ നേതൃത്വത്തിന്റെ അംഗീകാരം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ചിന്തയുടെ ന്യായാന്യായങ്ങളെ സംബന്ധിച്ച് ഒരു ചർച്ച നടത്തി ശരിയായ തീരുമാനമെടുക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇത്തരത്തിലുള്ളൊരു ചിന്തയിലേക്ക് നമ്മെ നയിച്ചത് കേവലം രാജസ്ഥാനത്തോടുള്ള കൂറ് പ്രഖ്യാപിക്കുവാൻ മാത്രമാണെന്നും അതല്ലാതെ നമ്മുടെ സഭാസ്ഥാപകനായ മാർത്തോമാ സ്ലീഹായ്ക്ക് പൗരോഹിത്യമില്ലെന്ന ദുഷ്പ്രചരണത്തിന് അംഗീകാരം കൊടുക്കുന്ന നടപടിയല്ലെന്നും മാർത്തോമാ സ്ലീഹായാൽ സ്ഥാപിതമായ എഡേസായിലെ ബെസേലിയോസ് കാതോലിക്കോസുമായുള്ള ആദിമകാലം മുതൽ ഒരേ സ്ഥാപകന്റെ പേരിലുള്ള 2 സഭകൾ എന്ന നിലയിലും ക്രിസ്ത്യാനികൾ എന്ന നിലയിലുമുള്ള സാഹോദര്യത്തിലും ബന്ധപ്പെട്ടിരുന്നതിനെ നാം അങ്ങേയറ്റം മാനിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് പത്രോസിന്റെ സിംഹാസനവുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നതെന്നും പ്രത്യേകം പ്രസ്താവിക്കട്ടെ. ഈ നടപടിയിലൂടെ നാം റോമാക്കാർക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശം വ്യക്തമാണ്. രാജകൽപ്പനയിൽ പറയുന്നത് പത്രോസിന്റെ പിൻഗാമികളുടെ കൈവയ്പ് കൂടാതെയുള്ള സഭാപ്രവർത്തനം നിരോധിച്ചിരിക്കുന്നു എന്നതാണ്. എന്നാൽ റോമിൽ മാത്രമല്ല പത്രോസിന്റെ പിൻഗാമികൾ ഉള്ളതെന്നും പത്രോസിന്റെ പിൻഗാമികളുടെ കൈവയ്പുണ്ടെങ്കിൽ ഈ ദേശത്ത് സഭാപ്രവർത്തനം നടത്തുന്നതിന് വിരോധമില്ലെന്നും രാജകൽപ്പനയിൽ വ്യംഗ്യമായിട്ടുള്ള നിർദ്ദേശത്തെ നാം അംഗീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ ഈ പ്രവർത്തനത്തിലൂടെ ക്രിസ്തുവിന്റെ നാമത്തിലായാൽ പോലും അന്യായം പ്രവർത്തിക്കുന്നവനെ ക്രിസ്തു ലജ്ജിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പിതാവേ, അവിടുത്തെ ചിന്തകൾ പ്രശംസനീയം തന്നെ. എന്നാലും ഈ ഉള്ളവന്റെ ഒരു സന്ദേഹം പറയാതിരുന്നാൽ അവിവേകമാകും എന്നതുകൊണ്ട് പറയട്ടെ. ഇത്തരത്തിലൊരു ബന്ധം പുതിയ സഭയുമായി ഉണ്ടാക്കുമ്പോൾ ഭാവിയിൽ അത് നമ്മുടെ സഭയ്ക്ക് ദോഷകരമായി ഭവിക്കുവാൻ സാധ്യതയില്ലേ? ഒരടിമത്വത്തിൽ നിന്ന് മറ്റൊരടിമത്വത്തിലേക്ക് നാം തന്നെ നമ്മുടെ സഭയെ നയിക്കണമോ? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ബഹുമാനപ്പെട്ട പ്രതിനിധി ഉന്നയിച്ചിരിക്കുന്നത്. നാം അതിനെ എല്ലാ അർത്ഥത്തിലും ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. ഇപ്പോഴത്തെ അവസ്ഥ കുബുദ്ധി പ്രയോഗത്തിലൂടെ തന്ത്രപരമായി നമ്മെ കീഴ്പ്പെടുത്തിയതാണ്. മാത്രമല്ല, രാജ്യം ഭരിക്കുന്ന മൃഗീയ ശക്തിയുടെ പിൻബലവും അവർക്കുണ്ട്. ചാണക്യ സൂക്തങ്ങൾ പ്രകാരം ശക്തനായ ശത്രുവിനോട് സന്ധി ചെയ്യുന്നത് ബുദ്ധി എന്നാണ്. എന്നാൽ കർത്താവ് പറയുന്നു, അന്യായത്തോട് സന്ധി ചെയ്യുവാനല്ല ഞാൻ എഴുന്നള്ളിയത്. നാം ഏത് സ്വീകരിക്കണം? ക്രിസ്തുവിനെയോ ചാണക്യനെയോ? മാത്രമല്ല, നാം ഇപ്പോൾ ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യത്വമുള്ള ദൈവഭയമുള്ള ഒരു സഭയുമായാണ്. അവർക്ക് രാഷ്ട്രീയ ശക്തിയുമില്ല. മേലിൽ അത്തരം ഭീഷണി അവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെ പ്രതിരോധിക്കുവാനുള്ള ശേഷിയും കരുത്തും നമ്മുടെ സഭയ്ക്കും സഭാ മക്കൾക്കും ഉണ്ടാവുകയും ചെയ്യും. പിതാവേ, അന്ത്യോക്യയിലെ പാത്രിയർക്കീസുമായി ബന്ധപ്പെടുവാൻ എന്തെല്ലാം നടപടികളാണ് അങ്ങ് ആലോചിക്കുന്നതെന്ന് വെളിപ്പെടുത്തുവാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ അറിയുവാൻ താല്പര്യമുണ്ട്.
മാന്യദേഹത്തിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മുടെ കർമ്മ പദ്ധതികൾ വളരെ രഹസ്യമായും ഗോപ്യമായും ചെയ്യേണ്ടവയാണ്. യാതൊരു കാരണവശാലും പറങ്കികളുടെയോ റോമാക്കാരുടെയോ കാതുകളിൽ വിവരമെത്താൻ പാടില്ല. ഇവിടെ നിന്നും നമ്മുടെ പദ്ധതികൾക്ക് അംഗീകാരം കിട്ടുന്നുവെങ്കിൽ ഇന്ന് തന്നെ പൊന്നു തമ്പുരാനെ മുഖം കാണിക്കുവാനും അദ്ദേഹത്തിന്റെ സഹായത്തോടെ തന്നെ ഒരു പറങ്കി കപ്പലിൽ 2 പ്രതിനിധികളെ അന്ത്യോക്യയിലേക്ക് അയക്കുവാനും നാം ഉദ്ദേശിക്കുന്നു. അവിടെ നിന്നും ഒരു ബിഷപ്പിനെ മലങ്കരയിലേക്ക് ക്ഷണിക്കുവാനും കഴിയുമെങ്കിൽ പ്രതിനിധികളോടൊപ്പം തന്നെ കൊണ്ടുവരുവാനുമാണ് നാം ആഗ്രഹിക്കുന്നത്. നാം ഉദ്ദേശിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഇന്നേക്ക് 6 മാസത്തിനുള്ളിൽ നമ്മുടെ പദ്ധതികൾ നിറവേറും. ഇവിടുത്തെ സംഭവവികാസങ്ങൾ അന്ത്യോക്യയിലുള്ളവർക്ക് അറിയുമോ? അവരെ തെറ്റിദ്ധരിപ്പിച്ചാണോ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുവാൻ ആഗ്രഹിക്കുന്നത്? ഒരിക്കലുമല്ല സഹോദര. ഇവിടുത്തെ എല്ലാ സംഭവ വികാസങ്ങളെക്കുറിച്ചും, പ്രത്യേകാൽ റോമാക്കാരുടെ മനുഷ്യത്വരഹിതവും ക്രിസ്തീയരഹിതവുമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും പോർച്ചുഗീസുകാരുടെ അധികാര ഗർവിനെക്കുറിച്ചുമെല്ലാം സവിസ്തരം പ്രതിപാദിക്കുവാൻ തക്കവണ്ണം പ്രതിനിധികളെ സജ്ജരാക്കുന്നതാണ്. ക്രിസ്തീയമല്ലാത്ത ഒരു നടപടിയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതല്ലെന്നും നാം ഉറപ്പു നൽകുന്നു. എത്രയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് നാം അന്ത്യോക്യയുമായി ബന്ധപ്പെട്ടാൽ അവിടെ നിന്ന് അനുകൂലമായ പ്രതികരണമാണ് ഉണ്ടാവുകയെന്ന് അവിടുന്ന് എന്തടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചത് എന്നറിയാൻ താല്പര്യമുണ്ട്. പിതാവേ, അങ്ങ് നമ്മുടെ മുൻഗാമിയുടെ കാലം മുതൽ ഇന്നോളം സഭയുടെ നെടുംതൂണായി പ്രവർത്തിക്കുന്ന ദേഹമെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അവിടുന്ന് അറിയാത്തതായി എന്താണുള്ളത്? എങ്കിലും ചോദ്യം അങ്ങേക്ക് വേണ്ടിയല്ല, എല്ലാവർക്കുമായുള്ളതെന്നറിഞ്ഞ് തെളിവായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ നാം ആഗ്രഹിക്കുന്നു. മാർത്തോമാ സ്ലീഹായാൽ സ്ഥാപിതമായ ഇടസായിലെ ബെസൈലിയോസ് കാതോലിക്ക സ്ഥാപനവും അന്ത്യോക്യ പാത്രിയർക്കീസിന്റെ കീഴിലുള്ള സെല്യൂക്കിയിലെ മഫ്രിയാന സ്ഥാപനവും യവനായ സഭയുമൊക്കെ പേർഷ്യ രാജ്യത്തു നിന്നും മതപീഡനത്തിലൂടെയോ മതപരിവർത്തനത്തിലൂടെയോ ഇല്ലാതാക്കി ഇസ്ലാം മതവൽക്കരണം നടന്ന ചരിത്രമൊക്കെ അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. അതുപോലെ തന്നെ സുറിയായിലും തുർക്കികളുടെ ആക്രമണവും ഇസ്ലാം വൽക്കരണവും അന്ത്യോക്യയിലെ സഭയെ വളരെ ശുഷ്കമാക്കിയിരിക്കുന്ന ഒരു കാലയളവാണിത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു ക്രിസ്തീയ സഭയുമായി സഖ്യത്തിൽ ഏർപ്പെടേണ്ടതിന്റെ ആവശ്യകത നമ്മേക്കാൾ അധികമായി അവർക്കാണുള്ളത്. മാത്രവുമല്ല, നാം അയക്കുന്ന പ്രതിനിധികൾ വശം പാത്രിയാർക്കീസിനുള്ള വിലപിടിപ്പുള്ള സമ്മാനങ്ങളും കരുതിയിട്ടുണ്ട്. ഇക്കാരണങ്ങളാൽ നാം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പൂർവ്വപിതാവിൻ്റെ പ്രവചനവും സഭയുടെ പ്രാർത്ഥനയും ഉപവാസവും ഫലം കണ്ടിരിക്കുന്നു. നാം ഐകകണ്ഠേന തീരുമാനങ്ങൾ അംഗീകരിക്കുക. ഇന്ന് ക്രിസ്താബ്ദം 1653 മകരമാസം 3-ാം തീയതി വെള്ളിയാഴ്ച. ശ്രേഷ്ഠ സഭാതലവനായ നിതാന്തവന്യ ദിവ്യശ്രീ തോമാ അർക്കദിയോക്കോന്റെ പദ്ധതികൾ ഫലം കണ്ടിരിക്കുന്നു. ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികളും സഭാപിതാവും അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരും സേവകരുമായ ഉദ്ദേശം 25,000-ഓളം വരുന്ന ജനസമൂഹം 3 ദിവസമായി മട്ടാഞ്ചേരി പള്ളിയിലും കമ്പോളത്തിലുമായി സ്വരുവിച്ചുകൂടി. അന്ത്യോക്യയിലെ ശുദ്ധ ഇഗ്നാത്യോസ് പാത്രിയർക്കീസിന്റെ പ്രതിനിധി ഇന്ന് മട്ടാഞ്ചേരിയിൽ കപ്പലിറങ്ങുമ്പോൾ സ്വീകരിക്കുവാൻ കാത്തു നിൽക്കുന്നു. തുടർന്ന് കാണുക. പിതാവേ, 3 ദിവസമായി സഭാമക്കൾ നമ്മോടൊപ്പം ഇവിടെ കാത്തിരിക്കുന്നു. അവർ വളരെ ക്ഷീണിതരാണ്.
നമ്മുടെ 2 പ്രതിനിധികളും അന്ത്യോക്കയിൽ നിന്നുള്ള പിതാവും കയറിയ കപ്പൽ ഗോവ തുറമുഖം വിട്ടതായി നമുക്ക് രഹസ്യ സന്ദേശം കിട്ടിയതിന് പ്രകാരമാണ് കപ്പൽ ഇവിടെ എത്തിച്ചേരുന്ന സമയം കണക്ക് കൂട്ടി 3 ദിവസം മുൻപ് നാം പരിവാര സമേതം ഇവിടെ വന്ന് കാത്തു നിൽക്കുന്നത്. നാം കണക്ക് കൂട്ടിയത് പ്രകാരം തന്നെ കപ്പൽ എത്തിച്ചേരുകയും ചെയ്തു. എന്നാൽ കപ്പലിൽ നാം പ്രതീക്ഷിച്ചവർ ഇല്ലാതെ പോയി. അപ്പോൾ നമുക്ക് കിട്ടിയ മറ്റൊരു രഹസ്യ സന്ദേശം അവർ ഗോവയിൽ ഇറങ്ങിയെന്നും മറ്റൊരു കപ്പലിൽ യാത്ര പുറപ്പെട്ടിട്ടുണ്ടെന്നുമാണ്. അതിന് പ്രകാരം ഇന്നലെ കപ്പൽ ഇവിടെ എത്തേണ്ടതായിരുന്നു. ഒരുപക്ഷേ ഇന്നെത്തുമായിരിക്കും. പിതാവേ, അവർക്ക് എന്തെങ്കിലും അനർത്ഥം? നമ്മുടെ കൺപോളകൾ പതിവില്ലാതെ പിടയ്ക്കുന്നു. നമ്മുടെ ചങ്കിടിപ്പ് വല്ലാതെ കൂടുന്നു. ഏതോ അശുഭ വർത്തമാനം കേൾക്കുന്നത് പോലെ മനസ്സ് പിടയുന്നു. കർത്താവേ, അടിയൻ തളരുകയാണോ? അടിയന് കൈത്താങ്ക് തരണമേ. ദേഹം വല്ലാതെ വിയർക്കുന്നു. അടിയൻ വീഴുകയാണോ? അവിടുന്ന് എന്നെ എഴുന്നേൽപ്പിക്കണമേ, എന്നെ എഴുന്നേൽപ്പിക്കണമേ. പിതാവെ, അവർ മാറിക്കയറിയ കപ്പൽ തുറമുഖത്തെത്തി. ആളുകളെല്ലാം ഇറങ്ങുന്നവരെ കാത്തു നിന്നു. അവിടുന്ന് അയച്ച പ്രതിനിധികളിൽ ഒരാൾ വേഷപ്രച്ഛന്നനായി ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം അങ്ങയെ നേരിൽ കാണുവാൻ ആഗ്രഹിക്കുന്നു. എവിടെ? പെട്ടെന്ന് തന്നെ അദ്ദേഹവുമായി നമുക്ക് സംസാരിക്കണം. വേഗം വേഗം വരാൻ പറയൂ. ചതിച്ചു തിരുമേനി. നാം ആനയിച്ചു കൊണ്ടുവന്ന പിതാവിനെയും എൻ്റെ സഹകാരിയെയും പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് പിടിച്ച് കടലിലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. ഞാൻ അവരുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടുകയായിരുന്നു. എല്ലാം കഴിഞ്ഞു തിരുമേനി. ആരവിടെ? കമ്പോളത്തിൽ നിന്ന് കിട്ടാവുന്നത്ര കയർ സംഘടിപ്പിച്ചു വരൂ. ശുദ്ധ പാത്രിയാർക്കീസിന്റെ പ്രതിനിധിയെ ഒട്ടും മനുഷ്യത്വവും ദൈവഭയവും കൂടാതെ ആറുകുല ചെയ്തു എന്ന ഈ പറങ്കികളോട് ഇനി നാം ചേരരുത്. നമ്മുടെ അനന്തരവര കാലത്തിലും ഇവരുമായി ഇനി ചർച്ചയും ഉപവിയും വേണ്ട. റോമാ വഴക്കം ഫ്രാൻസിസ് മെത്രാനെ ഒരു നാളും യജമാനൻ എന്ന് വിചാരിക്കുന്നതല്ല. മേലിൽ ഇവരുടെ മേൽപ്പട്ടക്കാരെ ആരെയും അനുസരിക്കുന്നതല്ല. മാർത്തോമാ ശ്ലീഹ പഠിപ്പിച്ച നമ്മുടെ പുരാതനമായും കറകൂടാതെയുമുള്ള ക്രമങ്ങൾ പ്രകാരം മാത്രമേ മലങ്കര സഭയും സഭാ മക്കളും നടന്നുകൂടൂ എന്ന് ഈ പടിയോല പ്രകാരം നാം കൽപ്പിക്കുന്നു. നിഷ്കളങ്കരായ സഭാമക്കളെ, നമ്മുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിന്റെ ക്രൂശാരോഹണത്തിനും ഉയിർപ്പിനും ശേഷം ഉയിർത്തെഴുന്നേറ്റവനായ കർത്താവിന്റെ ആജ്ഞാനുസരണം ഭാരതത്തിലേക്ക് എഴുന്നള്ളുകയും കുരിശിന്റെ മാർഗം അഥവാ രക്ഷയുടെ മാർഗം നമ്മെ പഠിപ്പിക്കുകയും ജ്ഞാനസ്നാനത്തിലൂടെ ക്രിസ്തുമാർഗത്തിലാക്കുകയും 7 പള്ളികൾ സ്ഥാപിക്കുകയും പുരോഹിതരെ വാഴിച്ചും അവരിൽ മേൽസ്ഥാനിയെ സഭാഭരണം ഭരമേൽപ്പിച്ചും മാർത്തോമാ ശ്ലീഹ കാണിച്ചു തന്ന വഴിയിലൂടെ 1-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ, അതായത് ഇന്ന് വരെ നാം സ്നേഹത്തോടെ ചരിക്കുന്നു. 15-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിന്റെ അന്ത്യപാദത്തിൽ കുരുമുളക് കച്ചവടത്തിനായി നമ്മുടെ ദേശത്ത് വരികയും ദേശത്തെ തന്നെ അധീനതയിലാക്കുകയും ചെയ്തവരുടെ മറപറ്റി
കുരിശും ചുമന്ന് വന്ന റോമാക്കാരെ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാം സാഹോദര്യത്തിലും സ്നേഹത്തിലും ആദ്യ നാളുകളിൽ കണ്ടിരുന്നു. കടലോര ഗ്രാമങ്ങളിലെ പാവപ്പെട്ട മുക്കുവരെയും പരവരെയും ബലപ്രയോഗത്തിലൂടെ മതപരിവർത്തനം ചെയ്യിക്കുന്ന കാഴ്ച ഭീകരവും ഖേദകരവുമായിരുന്നു. അന്ന് അതിനെ എതിർക്കാതിരുന്നത് നാം ചെയ്ത തെറ്റ്. ആ തെറ്റിന് നമുക്ക് കിട്ടിയ ശിക്ഷയോ? നമ്മെയും അവർ അടിമകളാക്കി. ക്രിസ്തുവിന്റെ പേരെടുത്ത് കുരിശുമായി വന്നവർ ക്രിസ്തുവിനും കുരിശിനും കളങ്കം ചാർത്തിയിരിക്കുന്നു. മക്കളെ, നാം 3 ദിവസമായി ആരെ കാത്തു നിൽക്കുന്നുവോ ആ പിതാവിനെ അവർ നിഷ്കരുണം വധിച്ചതായി നമുക്ക് വിശ്വസനീയമായ അറിവ് ലഭിച്ചിരിക്കുന്നു. ഇനിയും അവരോട് നാം പൊറുത്താൽ കർത്താവ് നമ്മോട് പൊറുക്കാതെയാവുമെന്ന ഉത്തമ ബോധ്യമുള്ളതിനാൽ ക്രിസ്തു മാർഗത്തിൽ അവന്റെ കുരിശിൽ പിടിച്ചു നിന്നുകൊണ്ട് നാം ഏവരും ഒരുമിച്ച് ദിഗന്തങ്ങൾ മുഴങ്ങുമാർ ഉച്ചത്തിൽ നാം ചൊല്ലിത്തരുന്ന സത്യപ്രതിജ്ഞ ഏറ്റുചൊല്ലി ഹൃദയവേദനയോടെ ആത്മാഭിമാനത്തോടെ നമുക്ക് പിരിയാം. ഏറ്റു ചൊല്ലുന്ന ഓരോ വാക്കുകളിലൂടെ നിങ്ങളുടെ ആത്മാവിൽ അഗ്നി പടരട്ടെ, കെടാതെ കാത്തു സൂക്ഷിക്കട്ടെ. അടിമ ചങ്ങല പൊട്ടിച്ചിതറട്ടെ, രോമാനുകം വലിച്ചെറിയട്ടെ. ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകളും ഈ ഭൂമിയും സൂര്യചന്ദ്രന്മാരും ഉള്ളിടത്തോളം കാലം പറങ്കികളുടെ മേൽക്കോയ്മയും റോമൻ പോപ്പിന്റെ അധീശത്വവും ഞങ്ങൾ അംഗീകരിക്കില്ല. ദൈവനാമത്തിൽ സത്യം സത്യം സത്യം. സ്വാതന്ത്ര്യം സമ്പൂർണ്ണ ചരിത്ര നാടകം ഇന്ന് ഈ വേദിയിൽ പൂർണ്ണമാകുന്നു. രചന സംവിധാനം മാത്യു എടപ്പങ്ങാട്ടിൽ, സംഗീതം ജോൺസൺ തോറാച്ചി, റെക്കോർഡിംഗ് സാംസ് ഓഡിയോ വർക്ക് സ്റ്റേഷൻ മുളന്തുരുത്തി, ആലാപനം പീറ്റർ തോറാച്ചി, കോസ്റ്റ്യൂംസ് ആൻഡ് മേക്കപ്പ് ജയറാം മാമല, രംഗാവിഷ്കാരം LB എബ്രഹാം കുഴിപ്പനത്തിൽ ആൻഡ് TT തോമസ് ജെറിവില്ല. അഭിനയിച്ചവർ ജോർജ് അരികുപുറം, അനൂപ് കെ ജോൺ, TT തോമസ്, ജേക്കബ് M തോമസ്, സിജു, റോയ് തമ്പി, ബാബു മൂന്നുകണ്ടത്തിൽ, ഏലിയാസ് മത്തായി, എൽദോസ് മത്തായി, ജിജോ പ്രിൻസ്, ജിതിൻ പ്രിൻസ്, പ്രിൻസ് മാത്യു, ബിജു റോയ്, ഫെബിൻ പി സാജി ആൻഡ് അനിൽ കുര്യാക്കോസ്.